ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. 55 സീറ്റ് വരെ ജയിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഇത്തവണ BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. ഇവിടെ അധികാരം പിടിക്കുമെന്ന് പറയുന്നവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി സീറ്റ് പോലും ഇത്തവണ കിട്ടില്ല. ഇപ്പോൾ ആകെ BJPയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവരെ കാണിച്ചത് പേടിപ്പിക്കുകയാണ് ഞങ്ങളുടെ വോട്ട് കളയാൻ വേണ്ടി. അതിൽ രണ്ടുപേരൊന്നാണ്. പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല. ഇന്നലെയൊക്കെ പല വീടുകളും ചെന്നിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ BJPയെ അധികാരത്തിൽ വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. BJPക്കാർക്ക് തന്നെ അവർ അധികാരത്തിൽ വരുന്ന ഒരു പ്രതീക്ഷയില്ല. അവർ തന്നെ പലരും പറയുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാൾ പകുതി പോലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ അവരെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ BJP 3-ാം സ്ഥാനത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതൊക്കെ തിരിച്ചടിയാവില്ലേ കോൺഗ്രസ്? രാഹുൽ മാങ്കൂട്ടമൊക്കെ ഏത് മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊക്കെ എന്നെ എടുത്ത് കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടം പ്രശ്നമൊന്നുമല്ല. മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ആൾക്കാരെടുത്ത് കളഞ്ഞു. ഒരു തരത്തിലും ബാധിക്കില്ല. മാത്രമല്ല അപ്പുറത്താണല്ലോ കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും ബാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ നല്ല പ്രതീക്ഷയാണ്. ഇത്തവണ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുൽ ഇപ്പോഴും MLA ആണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വിപ്പ് കൊടുക്കാൻ പോലും കഴിയില്ല. അതാണ് കെ മുരളീധരൻ ചേരുകയായിരുന്നു. കെ മുരളീധരൻ തിരുവനന്തപുരത്തിന് ചാർജൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശബരിനാഥ് അടക്കമുള്ളവരെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അങ്ങനെ വലിയ കോൺഫറൻസിൽ UDF നിൽക്കുന്ന കോൺഫറൻസ് പറയുകയാണ് ഇപ്പോഴും കെ മുരളീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.